കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. അങ്ങനെ രാവിലെ 5 മണിയോടെ നമ്മളിത് വിഷുക്കണിയൊക്കെ കണ്ട് തക്കുടു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ട് ഇങ്ങനെ ഉറക്കപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കൈനീട്ടമൊക്കെ കിട്ടിയത് ഇപ്പോൾ ശരിയാവും. അപ്പോൾ തക്കുടുവിന് കൈനീട്ടം കിട്ടി. അപ്പോൾ എനിക്കും കിട്ടി കൈനീട്ടം. അച്ഛൻ്റെ കയ്യിൽ നിന്നായിരുന്നു ആദ്യത്തെ കൈനീട്ടം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൈനീട്ടമൊക്കെ കിട്ടിയത് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ്. ഇന്നലെ രാത്രിത്തെ ബാക്കി ഇരുന്ന കമ്പിത്തിരിയും പുത്തിരിയൊക്കെ കത്തിച്ച് തീർക്കണമല്ലോ. അപ്പോൾ ഇന്നലെ പേടിയായിരുന്ന ആൾക്ക് ഇന്നിപ്പോൾ നല്ല പേടിയൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഭയങ്കര സെറ്റായി. അപ്പോൾ ആൾ ഭയങ്കര ഇഷ്ടത്തോടെ കമ്പിത്തിരി പുത്തിരിയൊക്കെ കത്തിക്കുകയാണ്. ഇനി നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. എല്ലാ വിഷു ദിവസവും രാവിലെ ഒരു അമ്പല വിസിറ്റ് ഉള്ളതാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴാനായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങുവാണ്. അപ്പം തക്കുടൂവിനെ ആദ്യമേ റെഡിയാക്കിയൊക്കെ ഇരുത്തി. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും കൂടെ റെഡിയായി ഇറങ്ങിയാൽ മതി. അപ്പോൾ എല്ലാവരും റെഡിയായി. ചേട്ടനും അനിയനും ഒക്കെ റെഡിയായി ആദ്യമേ ഇരുന്നു. പട്ടുപാടയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിലൊക്കെ തൊഴുതു. ഇങ്ങനെ അമ്പലത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നടന്നോളൂ, നമ്മൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി തൊഴുതിറങ്ങി വീട്ടിലോട്ട് ഇനി പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കയ്യിലുള്ള പൈസയൊക്കെ ഫുൾ ഭണ്ണാരത്തിൽ ഇട്ടിട്ട് തീർത്തിട്ട് വേണം പോകാൻ. ആൾക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ അവിടെ ചന്ദനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ചന്ദനം തൊടണമെന്നായി. ആൾ ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട്, എന്നാലും സ്വന്തമായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇഷ്ടം. അപ്പോൾ സ്വന്തമായിട്ട് പോയിട്ട് 2 കൈ കൊണ്ടൊക്കെ എടുത്താണ് ചന്ദനമൊക്കെ തുറന്നത്. ആളെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ നമ്മൾ ഭയങ്കര പാടുവിട്ടു. എന്ത് ചെയ്താൽ അവിടെ നിന്ന് പോരില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ കൊണ്ടുവന്നു. അവരുടെ ചേച്ചിമാർ, കളിക്കൂട്ടുകാരെ ചേച്ചിമാരെയൊക്കെ കണ്ടപ്പോൾ ആളുങ്ങൾ പോകുന്നു. അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി പണിയുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ പേരയ്ക്കയാണ്. അപ്പോൾ അതൊക്കെ മുറിച്ച് എല്ലാവരും സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. നമ്മളൊക്കെ അടുക്കള കാണണ്ടേ. അപ്പോൾ അടുക്കളയിൽ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസം, അതുപോലെ തന്നെ ചോറ് രാവിലെ റെഡിയായി, സാമ്പാർ, അവിയൽ, അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പായസം നമുക്ക് ഗോതമ്പുണ്ട്, പാൽപ്പായസമുണ്ട്, സേമിയ പായസം. അപ്പോൾ ഗോതമ്പിനുള്ള പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചേട്ടന്മാർക്കാണ്. അവർ 2 പേരും കൂടി തേങ്ങ ചിരകി പിഴിയാണ്. അപ്പോൾ നല്ല പണിയാണ് കേട്ടോ അവർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഗോതമ്പ് വയ്ക്കാൻ. പിന്നെ നമ്മുടെ അടുപ്പത്ത് അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവിയൽ റെഡിയാവുന്നു. തോരൻ റെഡിയായിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തക്കുടിനെ കാണണ്ടേ. തക്കുട് എന്ത് ചെയ്യുന്നു? തക്കുടി ഇവിടെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിട്ട് ഒരു കായ വറുത്തൊക്കെ കഴിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി. നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിക്കുകയാണ്. സദ്യയുടെ കറികളൊക്കെ അടിപൊളിയായിരുന്നു. പായസം അവർ തേങ്ങ പിഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, പായസം അടിപൊളിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അവിടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരും അവരുടെ പിള്ളേരൊക്കെ കൂടിയിട്ട് ചെറിയൊരു ആഘോഷം വൈകുന്നേരം ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് ആണ്. അപ്പം നമ്മൾ രാത്രിയായപ്പം എല്ലാവരും കൂടെ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ച് അവിടെയും ചെറിയൊരു രീതിയിൽ ഒരാഘോഷം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ തവണത്തെ വിഷുവിൻ്റെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിഷു വീഡിയോ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.